എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ മുഴുവനായിട്ട് കാണണേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട്. മെയിൻ ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCIs, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, ഇപ്പോൾ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ അവൈലബിൾ ആണ്. ഓക്കെ, കൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മാക്സിമം യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ മോർണിംഗ് 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അപ്പോൾ ലൈവ് വ്യൂ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അപ്പോൾ ഞാനവിടെ കോളുണ്ട് ഇപ്പോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ്. അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആ ഒരു വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ബട്ടണിൽ വന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സമയം ആയിട്ടുണ്ട്. മാർക്കറ്റ് നിലവിൽ 97 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ടൊന്ന് നോക്കാം. 97 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച വരയൊക്കെ അവിടെ തന്നെ ഉണ്ട്. കാരണം 1 ഡേയിൽ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ അപ്പർ സൈഡിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 ലെവൽ മാർക്ക് ചെയ്ത് വെച്ചത്, ഒന്ന് 25,301, ഒന്ന് 25,272 ആണ്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഏത് ലെവലിലാണ്? 25,246. അപ്പോൾ 25,246 പ്ലസ് 98 കൂട്ടുമ്പോഴത്തേക്കും ഏകദേശം 25,344 നിൽക്കുന്നത്. അപ്പോൾ അവിടം വരെ മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. 25,344, 350. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞ ആ ഒരു ലെവൽ വെച്ചിട്ടുള്ളതൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഏതാ? 25,398 നിൽപ്പുണ്ട്. ഇപ്പം നിൽക്കുന്നത് വളരെ ചെറിയൊരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ പിന്നെ ഉള്ളത് 25,400. അപ്പം അത്ര വരെ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ മേളിലത്തെ ബ്ലൂ ലൈനിലേക്ക് തന്നെ വന്നൊരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ആകുകയും ചെയ്യണം. ആ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ അത് ഈ ഒരു മേളത്തെ ബ്ലൂ ലൈന് മുകളിൽ നിൽക്കണം. മേളത്തെ ബ്ലൂ ലൈന് മുകളിൽ നിന്നാൽ പിന്നെ അവിടെ നിന്ന് നമുക്കൊരു റിവേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 30 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിലാണ് 30 മിനിറ്റിൽ നിൽക്കുന്നത്. 15 മിനിറ്റ്സിലും ഓൾമോസ്റ്റ് ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഹൈവേയിലേക്ക് കയറി എവിടെ ഒരു ക്രോസ് ഓവർ വരുന്നോ ആ സമയത്ത് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാവുന്നതാണ്.
അപ്പം അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ആവറേജിങ്ങിന് വലിയ വിഷയങ്ങളൊന്നും വരില്ല. അങ്ങോട്ടിട്ടാൽ താഴത്തോട്ട് കുറച്ച് പോയിന്റുകളൊക്കെ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സ്ട്രൈക്ക് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 25-300 സി സെലക്ട് ചെയ്യാം. 25-300 സി ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 25-300 50 25 100 220 25-500 25-500 പി മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്താൻ പോകുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ്. എത്രയാണ്? 413 എന്നുള്ളൊരു ലെവലിലേക്ക് ഈ ആഴ്ച നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്തിപ്പെടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസോളേഷൻ വന്ന് വല്ല ഡെൽറ്റ വാല്യൂ കുറഞ്ഞാലായിട്ടുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് 125 അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറയണത് 131 മേളിലോട്ട് ഒരു പീക്ക്. അതിന് മുകളിലൊക്കെയാണ് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ ഞാൻ ഈ പുതിയ സിസ്റ്റമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്ത് ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് വേണം ഇതൊന്ന്. ചാർട്ടിൻ്റെ കാര്യമല്ല കേട്ടോ, പുതിയ രീതികളിലേക്കൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാനുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ സമയം 9:12 3 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് പിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് ആദ്യമേ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം 221. കാരണം എവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞാലും വന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ 221 പിയിൽ. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 255 262 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് തിരിച്ചു വരണം, 262 ലെവലിലേക്ക്. അപ്പോൾ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓപ്പണായി ഇപ്പോൾ കണ്ടിന്യൂസ് മുകളിലോട്ടാണ് പോണത്. കാരണം ഒരു ഹൈവേ സോണിലാണ് നിൽക്കുന്നത്. ഓളിയൊക്കെ വളരെ കൂടുതലായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഒരു മൂവ്മെൻറ്റിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഓരോ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് 25-300 സി 25-500 പി. ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ. ഒമ്പത് 14 30 സെക്കൻഡ് കൂടെ ഉണ്ട്. കാരണം മുകളിൽ പ്രത്യേകിച്ച് ലൈനൊന്നും നമുക്ക് 30 മിനിറ്റിൻ്റെ ആണെങ്കിലും 50 മിനിറ്റ്സിൻ്റെ ആണെങ്കിലും
വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് മേളിൽ നിന്ന് റെഡിഷ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. സിയിലും മാർക്കറ്റ് റെഡിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിയിലേക്കാണ് ഇപ്പോൾ RSI തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 15 മിനിറ്റ്സിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ അപ്പ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ 15 മിനിറ്റ്സിൽ അപ്പോൾ നോക്കേണ്ടത് ഈ ചാർട്ട് 30 മിനിറ്റ്, ഈ ചാർട്ട് 15 മിനിറ്റ്സ്, ഇത് CE, ഇത് PE. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിയിൽ മുകളിൽ 15 മിനിറ്റ്സിൽ 25,420 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ മൂവ്മെൻറ്റിനെ പറ്റി പ്രതീക്ഷിക്കേണ്ട. അതേപോലെ 131 ബ്രേക്ക് ചെയ്താൽ മാത്രമേ സിയിൽ താൽക്കാലികമായിട്ട് മൂവ്മെൻ്റ് ഉള്ളൂ. RSI ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 131 ബ്രേക്ക് ചെയ്താൽ മാത്രം 136 ഒരു മൂവ്മെൻറ്റ് കിട്ടും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,425 30 മിനിറ്റിൽ ഒരു സ്പേസ് മുട്ടാനായിട്ട് മിച്ചമിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് സിയിൽ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാവണം. ആ മൂവ്മെൻറ്റ് 129, 131 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും സിയിൽ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് രാവിലെ പക്ക കൺസോൾട്ടേഷനാണ്. വലിയ ടെൻഷനൊന്നും പിടിച്ച് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം താഴത്തെ SMA സിയിൽ 117 ഓൾറെഡി SMA നിൽപ്പുണ്ട്. 117 ഒരു സപ്പോർട്ട് സോണും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടൊക്കെ കറങ്ങിത്തിരിഞ്ഞൊക്കെ പോകത്തേ ഉള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിൽക്കുന്ന ലെവല് ഒരു സപ്പോർട്ടിങ് സോണിലാണ് സി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു യെല്ലോ ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ സിയിൽ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തോട്ട് എന്തായാലും കുറച്ചൊക്കെ വരണം. അപ്പം അതിന് ഇതിപ്പോൾ ഒരു കറക്റ്റ് സപ്പോർട്ട് ലെവലിലാണ് പി നിൽക്കുന്നത്. അതായത് ഡബിൾ ബോട്ടം സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് 221 ഒരു മൂവ്മെൻറ്റ് ചെറുതായിട്ട് കിട്ടി. അതൊരു 236 ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 270 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും പി മൂവ് ചെയ്യണം. ഇപ്പോൾ പക്ക ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് സിയും പിയും നിൽക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുന്നതാണ് ബെറ്റർ. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം സിയിൽ SMA താഴെയുണ്ട്. ആ SMA ആയിട്ടൊരു സപ്പോർട്ട് എടുക്കാൻ സി വരികയാണെങ്കിൽ പിയിൽ കുറച്ച് പോയിന്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് കിട്ടും. 222 ഇപ്പോൾ നിൽക്കുന്നത്. ആ 222 മുകളിലേക്ക് പിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. 200 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പിയിൽ ഡൗൺ ആവത്തുള്ളൂ. 200 താഴത്തോട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ 22 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. അതാണ് ഞാൻ കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്. പിന്നെ റിസ്ക് എടുക്കാം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഒരു എൻട്രി പോസിബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പിയിൽ നിൽക്കുന്ന ലെവല് ഇതൊരു ഈ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയെ സംബന്ധിച്ച്. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഇതൊരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുകയോ ചെയ്താൽ മാത്രം അടുത്ത ക്യാൻഡിലിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം RSI ഇവിടെ ഒന്ന് ഡൈവർജൻസ് ആവുന്നുണ്ട്, ഇവിടെയും ഒരു ഡൈവർജൻസ് ആവുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയെ സംബന്ധിച്ച്. അപ്പോൾ അത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പോയാൽ നല്ല രീതിയിൽ പി ഡൗൺ ആവും. ആ ഡൗൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 172 വരെ ഡൗൺ ആവും ഈ ക്യാൻഡിൽ. അപ്പോൾ ഇത് സിയിൽ നമുക്ക് 129 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തേച്ചാൽ മതി. 129 ബ്രേക്ക് ചെയ്താൽ 133 133 ബ്രേക്ക് ചെയ്താൽ 138 138 ബ്രേക്ക് ചെയ്താൽ 142.
RSI സിയിലും പിയിലും ഡബിൾ ക്രോസ് ഓവറാണ് വന്ന് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ സിയിൽ ഒരു എൻട്രി കിട്ടിയാലും നമ്മളൊരു വലിവ് എന്തായാലും താഴത്തോട്ട് പ്രതീക്ഷിക്കണം. കാരണം ഈ ഒരു SMA നിൽക്കുന്നിടത്തോളം കാലം താഴത്തോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും സിയിലാണെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട്. നൂറ്റി 27 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം സി നമ്മൾ വിടാനായിട്ട് നോക്കിയാൽ മതി. 127 താഴത്തോട്ട് വന്നാൽ 120 വരെ 7 പോയിൻ്റാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ്. ആ 7 പോയിൻ്റ് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ 221 ബ്രേക്ക് ചെയ്താൽ 232 വരെ പിയിൽ അത് നമുക്കത് തിരിച്ചു പിടിക്കാൻ നോക്കിയാൽ മതി. കാരണം ആ സിയിൽ SMA താഴത്ത് നിൽക്കുന്ന കാരണം ഒരു വലിവ് വരികയാണെങ്കിൽ നമുക്കത് പിയിൽ തിരിച്ചു പിടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 133 സി ടച്ച് ചെയ്യണം. കാരണം താഴത്തെ SMA നിൽക്കുന്നതുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ 7 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അത് പിയിൽ 222 മുതൽ ആ വൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് 227 വരെ 10 പോയിൻ്റ് കിട്ടും. അപ്പം നമുക്ക് അപ്പുറത്ത് ഉള്ളത് കൊണ്ട് ഇപ്പുറത്ത് വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 133 മാർക്കറ്റ് മൂവ് ചെയ്തു. 133 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ ഒരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. കാരണം 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ 25,425 എന്നുള്ളൊരു ലെവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടൊരു ചെറിയ പ്രതീക്ഷ. ഇപ്പോൾ 133 ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 134, 135, 136, പിന്നെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഡേ ഹൈ വിക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 137, 139, 142 അതായത് 143 25,425 പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡണ്ണാണ്. നമ്മൾ പറഞ്ഞ 142 ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 143. അപ്പോൾ മേളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ലൈവിലുള്ളവർക്ക് സ്ക്രീൻ ഇത്തിരി ചെറുതായിരിക്കും, പക്ഷെ അത് കാര്യമാക്കണ്ട. ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കാരണം 25,412 ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്താൽ 25,425 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. നേരെ മറിച്ച് നെക്സ്റ്റ് 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 130 നിന്നാണെങ്കിലും 144 വരെ 14 പോയിൻ്റ് അടുത്ത് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ് അടുത്ത് ഇതൊന്ന് സെറ്റിൽ ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ് 200 ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു സപ്പോർട്ട് സോണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സെറ്റിൽ ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഇത് ഇനി എപ്പോഴാണ്
മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്കിലേക്ക് മാർക്കറ്റ് വരണം. അത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് 217 ബ്രേക്ക് ചെയ്താൽ PE 226 ഒരു മൂവ്മെൻറ്റ് കിട്ടും. അത് കണ്ടിന്യൂ ചെയ്ത് 250 വരെ പോയാലുള്ളൂ. എന്നാൽ 217 മേളിൽ വന്നാൽ മാത്രം നമ്മൾ CE കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഒരു 14 പോയിൻ്റ് 15 പോയിൻ്റ് അടുത്ത് ഓൾമോസ്റ്റ് ഡണ്ണാണ്. 227 നിന്ന് കൂട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 130 നിന്നാണെങ്കിലും 44 പോയിൻ്റ് 14 പോയിൻ്റ് അതിലിപ്പോൾ ഒരു 10 പോയിൻ്റിൽ ലോക്ക് ചെയ്തിട്ടിട്ടാണെങ്കിലും വലിയ വിഷയങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെയും ഹയർ വിക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. ഞാൻ 30 മിനിറ്റിൻ്റെ ഇതൊന്ന് ഹയർ വിക്കായിട്ട് കാണിച്ചു തരാം. ഇവിടെ 25,425 മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോ വന്നിട്ട് അതിൻ്റെ ഹൈ പോയിട്ട് 25,425 അല്ലെങ്കിൽ അത് 25,430 വരെയൊക്കെ പോകാനായിട്ട് കിടപ്പുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അടുത്ത ട്രേഡ്സ് നോക്കിയാൽ മതി. അപ്പോൾ പിയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ വരണം. അപ്പം നമ്മൾ രാവിലെ പറഞ്ഞത് വെച്ചിട്ട് ആദ്യത്തെ 2 ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. 15 മിനിറ്റ്സിലാണെങ്കിലും 25,428 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. നമ്മൾ പിയിലേക്ക് ഒരു എൻട്രി നോക്കുവാണെങ്കിലും ഒരു 217 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ചാടിക്കേറി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടേ ഇപ്പോൾ 9:27 ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 25,420 ബ്രേക്ക് ചെയ്താൽ 25,429 ഒരു മൂവ്മെൻറ്റ്, അതായത് 25,420 ഇപ്പോൾ ഇവിടെ സെറ്റിലായിട്ടുണ്ട്. കാരണം ഇവിടെ 175 എന്നുള്ളൊരു ലെവലിലേക്ക് മാർക്കറ്റ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഒരു 144 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ചാൽ മതി. അടുത്ത ക്യാൻഡിൽ ഇവിടെ ഒരു റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് 209 ബ്രേക്ക് ചെയ്താൽ ഈ ഒരു പിയുടെ 11, 209 ബ്രേക്ക് ചെയ്താൽ 211 വരെ എന്തായാലും കിട്ടും. 2 പോയിൻ്റ്, ആ 2 പോയിൻ്റിൽ 1 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും നമുക്ക് ടാർഗറ്റ് പിയിൽ 224 വരെ ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്കാൽപ്പിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ പോയിൻ്റ്. അതായത് ഇത് ഒരു സപ്പോർട്ടിങ് സോണിലാണ് പി ഓൾറെഡി നിൽക്കുന്നത്. ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 211.85 ആണ്. നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 209 അപ്പോൾ അതായത് 209 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്ക് ഒരു 2 പോയിൻ്റ് കിട്ടും. അത് അങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 222 വരെ പിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കിനി 144 ബ്രേക്ക് ചെയ്താൽ മാത്രം സിയിനെ പറ്റി ആലോചിച്ചാൽ മതി. അത് ബ്രേക്ക് ആവുന്ന അത്രയും കാലം നമുക്ക് പിയിലേക്ക് ചെറുതായിട്ടൊന്ന് കണ്ണോടിക്കുന്നതാണ് ബെറ്റർ. കാരണം SMA പിയിൽ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. 200 താഴത്തോട്ട് ഫാളായാൽ മാത്രം നമുക്ക് പിയിനെ പറ്റി സിയിലേക്കൊക്കെ ആലോചന നടത്തിയാൽ മതി. തൽക്കാലം പിയിലൊന്ന് നമുക്ക് കുറച്ച് നേരം നോക്കാം. എന്തെങ്കിലും അവിടെ നിന്നും കൂടെ കിട്ടുമെന്ന് നോക്കാം പിയിൽ.
211. അതായത് ഒരു 2 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. 210, 211 അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 222 വരെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഏകദേശം. ഇവിടെ സിയിൽ 126 SMA ടച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പിയിൽ 215 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതും ബ്രേക്ക് ചെയ്താൽ 221 മാർക്കറ്റ് മൂവ് ചെയ്യണേ. എന്തായാലും ഇവിടെ ഒരു റിജക്ഷൻ ചെറുതായിട്ട് വരും. അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ നമുക്കൊരു 221 കിട്ടും. കാരണം ഇവിടെ SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 125. അപ്പോൾ അത് 125 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് CE 117 മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. ഇത് 217, 221 ടച്ചിങ് പോയിന്റ്. ഇവിടെ 224 ആദ്യത്തെ റിജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് കയറ്റി ലോക്ക് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. 207 തൊട്ട് 219 വരെയാണ് നിൽക്കുന്നത്. 221 ബ്രേക്ക് ചെയ്താൽ പിന്നെ 230 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ നല്ല രീതിയിൽ 1, 2, 3, 4, 5 ക്യാൻഡിൽ ഓൾറെഡി ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് മേളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയത്. ആ ലെവലിലാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ട് പി എടുത്തിരിക്കുന്നത്. അത് 124 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ മാർക്കറ്റ് വരുന്നത് 110 ആദ്യം വരുന്നത് 117 117 അതായത് 124 ബ്രേക്ക് ചെയ്ത് പി ഡൗൺ ആയ 117 അവിടെയും ബ്രേക്ക് ചെയ്താൽ 110 മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്. സേഫ് ആവാൻ താല്പര്യമുള്ളവർക്കൊക്കെ സേഫ് ആവാം. കാരണം ഈ 124 അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ പിയിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഒന്നെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ 221 മുട്ടണം, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം. അങ്ങനെ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ പിയിൽ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 230 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 30-35 ലെവൽ വരെ. ഓൾമോസ്റ്റ് 221 മാർക്കറ്റ് ടച്ച് ആയിട്ടുണ്ട്. 222, 220 അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്യാൻഡിൽ താഴത്തോട്ട് ആ ഒരു മാർക്കറ്റ് ഇപ്പോൾ പിയിലേക്ക് അനുകൂലമായിട്ടാണ് RSI നിൽക്കുന്നത്. 15 മിനിറ്റ്സിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് 25 380 കറക്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കണേ. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് താഴത്തോട്ട് വരികയും 25-332 കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ഫാളാവും. അപ്പോൾ അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മിനിറ്റ്സിനെ സംബന്ധിച്ച് അടുത്ത 2 ക്യാൻഡിൽ മാക്സിമം കയറ്റി കൊടുക്കുക. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടാലും വലിയ വിഷയങ്ങളില്ല. ഇതൊക്കെ ടാലിയായിട്ട് വരുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ചാർട്ട് നമുക്കൊരു പുതിയ സ്ക്രീനൊക്കെ വന്നതോടുകൂടി നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പല ചാർട്ട് പോയി നോക്കാതെ ഒറ്റ ചാർട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 2 മിനിറ്റിൽ മാർക്കറ്റ് 110, അതിനു മുമ്പ് 117 ഹിഡൻ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ 15 മിനിറ്റ്സിൽ ഏത് സമയവും മാർക്കറ്റ് പിയിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചാണ്. അത് 15 മിനിറ്റ്സ് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയിനെ സംബന്ധിച്ച്. ഒറ്റയടിക്കൊന്നും നമ്മളൊരു ട്രേഡ് എടുത്താൽ താഴത്തോട്ട് വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കൺസോൾട്ടേഷൻ ചെയ്തേ വരുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ 15 മിനിറ്റ്സിൻ്റെ 25, 405, 75 നെക്സ്റ്റ് ക്യാൻഡിൽ അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനു മുമ്പുള്ളൊരു റിജക്ഷൻ ഏരിയ എന്നുള്ളത് മാത്രമേ ഉള്ളൂ 230 എന്ന് പറയുമ്പോൾ ഒരു 229 അല്ലെങ്കിൽ 228
ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിലവിലെ ക്യാൻഡലിൻ്റെ ലോവിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കുന്നത് വളരെ ഗുണമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് 21 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മളിവിടെ ഒരു എൻട്രി എക്സിറ്റ് ചെയ്തത്. 144 എന്നുള്ള ലെവലിൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ 206 അല്ലെങ്കിൽ 204 നമ്മൾ 4 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടോ ഒരു എൻട്രി എടുത്താലും ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട്. 23 പോയിൻറ്റ് വേണ്ട, 205 നിന്നാണെങ്കിലും 215, 225, 20 പോയിൻ്റ് ഓൾമോസ്റ്റ് ഇവിടെ ഡണ്ണായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാലും 10-30 പോയിൻ്റായി. പിന്നെ സ്റ്റോപ്പ് ലോസ് ഇടാതിരിക്കുക, ട്രെയിൽ ചെയ്ത് വെക്കാതിരിക്കുക, കറക്റ്റായിട്ടുള്ളൊരു ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഈ പറഞ്ഞ പോലെ ലോസ് വന്നെങ്കിലേ ഉള്ളൂ. ഇനിയിപ്പോൾ 9:36 അടുത്ത ഒരു 7 മിനിറ്റ് മാർക്കറ്റ് ഒന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ആണ്. RSI ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 2 മിനിറ്റിൻ്റെ RSI ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ചെറിയ ഡൗണുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. അല്ലാണ്ട് മാർക്കറ്റ് നമ്മളെടുത്ത ഉടനെ എല്ലാ ക്യാൻഡിലും ഗ്രീനായിട്ട് പോകണമെന്ന് വാശി പിടിക്കരുത്. കാരണം ഇവിടെ തന്നെ 2 ക്യാൻഡിൽ റിവേഴ്സ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയിരിക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒന്ന് സ്ട്രഗിൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഏത് നിമിഷവും മാർക്കറ്റ് വൈൻഡപ്പ് ഡൗണിലേക്ക് ആവാം. പിന്നെ നമ്മൾ വളരെ മുകളിൽ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് 413 എന്നുള്ളൊരു ലെവൽ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ സ്വപ്നം ഇന്നൊന്നും ചിലപ്പോൾ അങ്ങോട്ട് വരില്ലായിരിക്കാം, പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരും. ഇപ്പോൾ സമയം ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു 32 മിനിറ്റായി. അപ്പോൾ ഏകദേശം നമുക്ക് വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യാം. 230 എന്ന് പറഞ്ഞാൽ 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒരു റിജക്ഷൻ എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 241. അപ്പോൾ 230 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 241 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ 230 എന്ന് പറയുമ്പോൾ ഒരു 228, 229.5 ആ ഒരു ലെവലിലേക്ക് നിർത്തിയിട്ട് ബ്രേക്ക് ഔട്ടായിട്ട് താഴത്തോട്ട് വരികയാണെങ്കിൽ പിന്നെയും അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 127, 130 ബ്രേക്ക് ചെയ്യാതെ സിയിൽ എന്തായാലും മൂവ്മെൻ്റ് ഇല്ല. ഒമ്പത് 39. ഇനിയിപ്പോൾ അടുത്തൊരു 7 മിനിറ്റ് 5 മിനിറ്റ് മാർക്കറ്റ് സ്ട്രഗിളാണ്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു 229 എത്തിയിട്ട് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്തായിരുന്നെങ്കിൽ പ്രശ്നങ്ങളില്ലായിരുന്നു. 229 എത്തുവാണെങ്കിൽ ഒരു 225 അല്ലെങ്കിൽ 220, 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് വരും. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല. 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടൊന്നും ആരും വെക്കില്ല. എല്ലാവരും കിട്ടുന്ന എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് മാറട്ടെ എന്നുള്ള ചിന്തയാണ്. എനിക്ക് ഇനിയും താഴത്തോട്ട് പോവോ അല്ലെങ്കിൽ ഇനിയും മുകളിലോട്ട് പോവോ, ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ ചിന്തിക്കാനുള്ള ടൈമാണ് ആളുകൾക്ക്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇത് RSI ഒരു ക്രോസ് ഓവർ ആവാതെ, അല്ലെങ്കിൽ ഇവിടെ RSI സിയിലൊരു ക്രോസ് ഓവർ ആവാതെ എന്തായാലും ഞാൻ സിയിലേക്ക് നോക്കുന്നില്ല. സി ഒരു 130 ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. എന്തായാലും വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യാം. പിയിൽ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും നമുക്ക് പിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെച്ചോളുക. ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ പിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ആ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിയിൽ 208 വരെയൊക്കെ വന്നേക്കാം.
പറഞ്ഞു തീരുന്നില്ല, അതേ പോന്നു. ഒരു ക്യാൻഡിൽ അവിടെ നിൽക്കുമ്പോൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റണം അവിടെ എന്തെങ്കിലും വശപ്പശകുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം, അവിടെ പമ്മി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 208 ഭാഗത്തേക്കാണ് പിയുടെ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 208-ലും നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്താൽ ആ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ആവണം. അവിടെ സ്ട്രഗിൾ ആവുന്നത് കണ്ടിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലിൽ രണ്ട് രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന് 208-ൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സായി പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു വിക്ക് താഴത്തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് മേ ബി പോവാം. നമ്മൾ ആ ഒരു 4 ക്യാൻഡിൽ അവിടെ പരിങ്ങി നിന്നപ്പോഴേ എനിക്ക് തോന്നി ഈ സാധനം 208-ലേക്ക് ഫാളാവാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ആ പരിങ്ങൽ താഴത്തോട്ടുള്ള ഫാള് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സീല് നമുക്കത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മേ, $208 അടുത്ത് ഏകദേശമൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൽ ആ ലോ വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഓപ്പണിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയെങ്കിലും എടുക്കുക, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോവുക. അപ്പോൾ അത് സീലാണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. ആ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പിയിൽ ഈ പറഞ്ഞ പോലെ 208-ൻ്റെ ഭാഗത്തേക്ക് വന്നു, മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ 208 വേണ്ട 210-ൽ എടുത്താലും 10 പോയിൻ്റാണ് നമുക്കവിടെ ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സീനെ സംബന്ധിച്ച് ഇനി 134 ബ്രേക്ക് ചെയ്താൽ മാത്രം അടുത്ത കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒന്ന് ടാലി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ രാവിലത്തെ ട്രേഡ് വക ഒരു 14 പോയിൻ്റ്, ഇപ്പുറത്തൊരു 20 പോയിൻ്റ്, 34. ഈ വിക്കിൽ തന്നെ സീലും ബെയിലും മാറി എടുത്ത് 5 പോയിൻ്റ് ഉറപ്പാണ്. അങ്ങനെ എടുത്താലും നമുക്ക് ഓൾമോസ്റ്റ് പ്രോഫിറ്റബിളാണ്. അപ്പം അത് നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അത് പഠിപ്പിച്ച് തരാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 208 ഭാഗത്തേക്ക് വന്നു, നെക്സ്റ്റ് ക്യാൻഡലിൽ എൻട്രി എടുത്താലും അതൊരു 2 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. ഒന്നെങ്കിൽ എൻ്റെത് 2 പോയിൻ്റ് അടിച്ചു പൊക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ലോട്ട് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു 5 ലോട്ട് ഇപ്പോൾ കൊടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് ഒരു 2 പോയിൻ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ അതങ്ങ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്താൽ മാർക്കറ്റ് എത്താനുള്ള ഒരു ഏരിയാസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 25,332-ൽ മാർക്കറ്റ് എത്തുവാണെങ്കിൽ നമുക്കത് ഗുണമുള്ള കേസാണ്. പിന്നെ നമ്മൾ കയറ്റി വെക്കണം, എപ്പോഴും 2 പോയിൻ്റ് കയറ്റി വെക്കണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഹൈ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് 2-3 പോയിൻ്റ് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. അതർവൈസ് ഇത് മാർക്കറ്റ് നമ്മളിപ്പോൾ ഇവിടെ കയറ്റി വെക്കണതിൻ്റെ ഉദ്ദേശം ഇവിടെ ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ 25,405 ഒരു റിവേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാനായിട്ട് പറയുന്നത്. കാരണം ഒന്നും കൂടെ വന്ന് ചിലപ്പോൾ 208-ലേക്ക് ഒരു ഡൗണും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ
നമുക്കൊന്നും കൂടെ അപ്ലൈ ചെയ്യാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അതർവൈസ് 2 പോയിന്റിൽ വിടുക, അല്ലെങ്കിൽ ഈ സമയത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും ഇറങ്ങാം. ഓൾമോസ്റ്റ് 10 പോയിൻ്റാണ്. 230 കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ PE വളരെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നൊരു ഏരിയ 25,332 25,381 കടന്ന് ഇങ്ങ് കിട്ടണം. ഇവിടെ ചെറിയൊരു റെഡിഷ് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ് ഫ്യൂച്ചറിൻ്റെ കേസിൽ. അതേപോലെ ഇവിടെ ഒരു മടക്ക് സൂചന തന്നിട്ടുണ്ട്. ഹൈവേഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അതൊരു സൂചന മാത്രമാണ്. നിങ്ങൾ 1 പോയിൻ്റോ 2 പോയിൻ്റോ കയറ്റി വെച്ചാലും ഒന്ന് അലർട്ടായിട്ടിരിക്കുക. ഞാൻ താഴത്തോട്ട് ചിലപ്പോൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്, നിങ്ങളൊന്ന് കരുതിയിരുന്നോളൂ എന്നാണ് ആ പറഞ്ഞത്. അത് പലപ്പോഴും അങ്ങനെ വന്നിട്ടുമുണ്ട്. ചിലപ്പോൾ ഈ മടക്ക് അടുത്ത ക്യാൻഡിലിൽ ചില നിവരുകയും ചെയ്യാം. അതൊരു സൂചന മാത്രം നമുക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഫ്യൂച്ചർ ചാർട്ടിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് ഒരു മൂവ്മെൻറ്റ് റിവേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ കൈവിടണമെന്നുണ്ടെങ്കിൽ 25,380 ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് ഇങ്ങ് ഫാളായാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം ആയിട്ടുള്ള ഡൗൺ എൻട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഭാഗം ഇങ്ങനെ ഡൗൺ ചെയ്ത് പോന്നാൽ RSIയിൽ ഒരു ക്രോസ് ഓവറൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒന്നെങ്കിൽ 25,332. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 130 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 134 ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നല്ലൊരു ടൈമായി, ഇനി 42 മിനിറ്റായി. ഇനിയിപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒന്നെങ്കിൽ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 25,332 വരെ നമ്മൾ ഫ്യൂച്ചർ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൺക്ലൂഡിങ്ങിന് പറയുന്ന പോലെ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. നമ്പറൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ലൈവിലേക്ക് വരാം, നേരിട്ട് വിളിക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓൾറെഡി നമ്മളുടെ ഏകദേശം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 230 നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ. അതിൻ്റെ മുമ്പത്തെ പ്രീവിയസ് ക്യാൻഡിൽ 228.90. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ മിച്ചം ഇട്ടിട്ടേ വെക്കുള്ളൂ. 30 ടച്ച് ചെയ്തു. ഇനി അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ 241 അടുത്ത ഏരിയ. അപ്പോൾ മാർക്കറ്റ് അടുത്ത ഡൈവർജൻസ് ഇപ്പം നിൽക്കുന്ന ലെവല് ബ്രേക്ക് ചെയ്ത് കൂടെ താഴത്തോട്ട് പോകുന്നതല്ല. അതായത് 25,375 കൂടെ ബ്രേക്ക് ചെയ്ത് പോകുന്ന പിന്നെ SMA പോകുന്നത്. എന്നാലും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഒക്കെ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 25,335 25,335 വരണമെന്നുണ്ടെങ്കിലും SMA സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയാൽ മാർക്കറ്റ് 25,397 വൈകിട്ട് ക്ലോസ് ചെയ്യും. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഏകദേശം അതൊക്കെ ടെക്നിക്കലി പറയുന്നതാണ്, വൈകിട്ട് 3:30 ക്ലോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 25,397 അല്ലെങ്കിൽ 25,332 പ്രാന്തപ്രദേശങ്ങളിലായിരിക്കും മാർക്കറ്റ് എന്തായാലും വൈകിട്ട് ക്ലോസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. അതിനിടക്ക് ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന ഈ ഒരു SMA മാർക്കറ്റ് താഴത്തോട്ട് വന്ന് SMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോയാൽ 25,397 ആ SMA മൈൻഡ് ചെയ്യാതെ താഴത്തോട്ട് വന്നാൽ 25,332 ആയിരിക്കും മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. അപ്പം അതിനു മുമ്പ് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി ഏതാണ്ടൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സിയിൽ പറഞ്ഞത് 175 ആദ്യത്തെ സപ്പോർട്ട് ഹിഡൻ പറഞ്ഞത്.
ആ 175-ലാണ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അത് ഒരു 4 ക്യാൻഡിൽ കൂടുതലൊന്നും ഇവിടെ മാർക്കറ്റ് നിൽക്കാൻ പറ്റില്ല. മാക്സിമം പോയാൽ 4 ക്യാൻഡിൽ. ഇപ്പോൾ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ. അപ്പോൾ അതിൽ ഒരു സപ്പോർട്ട് ബ്രേക്കും കൂടെ താഴത്തോട്ട് എടുത്താൽ മാർക്കറ്റ് 167ലേക്ക് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. ഒരു 4 ക്യാൻഡിൽ കൂടുതലൊന്നും ഇവിടെ സ്ട്രഗിൾ ചെയ്യില്ല. കാരണം ആ കളർ വ്യത്യാസം ഇട്ടേക്കണ തന്നെ സ്ട്രഗിളിങ്ങിൻ്റെ കപ്പാസിറ്റി അറിയാനായിട്ടാണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 167 ഫാളാവും. പിന്നെ അവിടെ കൺസോൾട്ടേഷനാണ്. അതോടുകൂടി നമ്മുടെ ലൈവ് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് 167 എത്തുമ്പോൾ 10 പോയിൻ്റാണ് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. ആ 10 പോയിന്റിൽ 232 മുതൽ 241 വരെ 9 പോയിന്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കയറ്റി ട്രേഡ് ചെയ്ത് വെച്ചാലും വിഷയമില്ല. ഒറ്റയടിക്കൊന്ന് ഇറങ്ങുമെന്നുള്ള വാശി പിടിക്കാതിരിക്കുക. മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ട് എന്തായാലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. ഒരു 4 ക്യാൻഡിലിനുള്ളിൽ അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ നമുക്ക് വിവരം അറിയാം. 9:58 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. നമ്മൾ സാധാരണ എല്ലാം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാം ഏതെങ്കിലും ഒരു ട്രിഗർ പ്രൈസിൽ ഹിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ അത് ഇന്നും അതേപോലെ അത് സ്ഥിരമായിട്ട് ഞാൻ കുറേ നാൾ ട്രേഡിൽ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്. 10 മണിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് അങ്ങനെയുള്ള ലെവലിലാണ്. അവിടെ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കുന്ന ഒരു പതിവുള്ളതാണ്. അപ്പം അങ്ങനത്തെ പതിവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 230 സ്റ്റേബിള്, അല്ലാന്നുണ്ടെങ്കിൽ 241. ഇവിടെ നിന്ന് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 241. മറ്റേത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 167 കൺസോൾട്ടേഷൻ സോണ്. അതൊരൊറ്റ അടി അടിക്കുള്ളൂ. നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ആവലൊക്കെ പാടാം. ഒരൊറ്റ അടി അടിക്കുക, ട്രിഗർ ഇട്ട് വെക്കുക, പരിപാടി തീർക്കുക. (9:59) 1 മിനിറ്റ് 237. ഈ ലൈനൊക്കെ ഏകദേശമൊക്കെ ഇടുന്ന ലൈനാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാനിടുന്ന ലൈനൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കണക്കൂട്ടി നമ്മളിടുന്ന ലൈനുകളാണ്. അപ്പോൾ ഇന്ന് 1-ാം തീയതി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വർക്കൗട്ടാണ്. 200 എത്ര വരെ പോയിട്ടുണ്ട്? 238 വരെ പോയിട്ടുള്ളൂ ഏകദേശം. 30 മുതൽ 38 വരെ. ഞാൻ പറഞ്ഞത് ഒറ്റ ട്രിഗർ അടിക്കുള്ളൂ. പെട്ടെന്നായിരിക്കും കയറിയിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ ചേഞ്ച് ആവണേ. അപ്പോൾ എനിവേ നമ്മുടെ ഏകദേശമൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി നമുക്ക് 3 മണിയുടെ ട്രേഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. 1 മണിക്കൂറായി കാണും, 48 മിനിറ്റ്. അപ്പോൾ ഈ 241 ടച്ച് ചെയ്യാത്തതിൽ എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം, ഒരു 2 മിനിറ്റും കൂടെ നോക്കാം. 1 മണിക്കൂറായി റൗണ്ട് ചെയ്ത് നിർത്താം. അപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും 267ലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് എന്തിൽ നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ നിൽക്കുന്നത്. ഒരു പിൻബാർ വന്നിട്ടുണ്ട്. പിൻബാർ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് നോക്കാറുണ്ട്. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 241 ടച്ച് ചെയ്യും. അപ്പോൾ താഴത്തുനിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 228 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നിറങ്ങി 167 ടച്ച് ചെയ്താൽ ശരിക്കും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. അതിനകത്തൊരു മാറ്റമില്ല. ഇത് ചാർട്ടിന് കൊടുക്കുന്ന വാക്കാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ 167 മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോഴും റിവേഴ്സൽ പ്രതീക്ഷിക്കണം. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ റിവേഴ്സൽ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളിവിടെ എപ്പോഴും ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ 229 താഴത്തോട്ട് വന്നാൽ മാത്രമേ CE 219ലേക്ക് ഫാൾ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ട്രിഗർ പ്രൈസ് 241 തന്നെയാണ്. അതിൻ്റെ കാരണം ഇവിടെ ഒരു റിവേഴ്സിനുള്ള ചാൻസ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അതൊരു ഡിസൈൻ ഫോർമാറ്റിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.
236 ഏകദേശം 169 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി കെയുടെ ചെറിയൊരു വ്യത്യാസം നമ്മൾ കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഡി കെ അല്ല, നമ്മൾ വരച്ച വര നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുന്ന വളരെ ഗുണമാണ്. 169 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 169.15 ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ശരിക്കും മാർക്കറ്റിൽ. 235 ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 241 എന്നുള്ള ലൈൻ ഞാൻ മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ ആവും. അപ്പോൾ 241 ഞാനങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങാനും ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അത്ര ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നിന്നൊരു ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സഡൻ ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 259 241 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 259 ഭാഗത്ത് നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ 169 ടച്ച് ചെയ്തിട്ടുണ്ട്. 239.85 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് നിൽക്കും. 50 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചറിൽ SMA ആയിട്ട് 254 10 64 13 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. 52 മിനിറ്റ് വീഡിയോ ആയി. 240 241 അതെങ്ങാനും ബ്രേക്ക് ചെയ്ത 259 ഇട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ 240 ആ ബ്ലൂ ലൈൻ ഞാനെടുത്ത് മാറ്റിയത്. 243 ഞാൻ വര ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിജക്ഷൻ ആവും. അപ്പോൾ അത് പോവുകയാണെങ്കിൽ 259 വരെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫ്യൂച്ചറിൽ 253 10 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് SMAയിലേക്ക് നിൽക്കുന്നത്. 243 വരെ എത്തിയിട്ടുണ്ട്. അപ്പം നിലവിലെ ക്യാൻഡിലിൻ്റെ ലോവിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാൽ കിട്ടിയതായി എന്ന് നമുക്ക് വിശ്വസിക്കാം. 244 30 മിനിറ്റിൽ എന്താണ് അവസ്ഥ? 30 മിനിറ്റിൽ സപ്പോർട്ടായിട്ടുള്ളത് 25,361 സപ്പോർട്ടായിട്ടുള്ളത്. ഈ വയലറ്റ് ലൈൻ്റെ ചോട്ടിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടി പോന്നു കഴിഞ്ഞാൽ 25,350 അടുത്ത സപ്പോർട്ട് ഏരിയ. 30 മിനിറ്റിൽ 25,350. 50 മിനിറ്റ്സിൽ 25,353. അപ്പോൾ ഇത് രണ്ടും ടാലി ആയിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ ചാർട്ടിൽ 25,350 സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്തപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ 25,350 എന്നുള്ളത് SMA ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൻ്റെ സ്ട്രൈക്ക് ചാർട്ടിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 156 ആക്ട് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ സിയിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ 259. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആവും, ഇല്ലെങ്കിൽ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക. നിലവിലെ ക്യാൻഡിലിൻ്റെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞ് 259 ഫാൾ ആയിക്കഴിഞ്ഞാൽ 230 ഫാളാവും. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടേക്കുക. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പിൻ ബാർ പോലെ ഫോം ചെയ്യും. കയറിപ്പോയ 259. ഞാൻ ചാർട്ടിന് വാക്ക് കൊടുത്താണ് 241 ആകുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്തേക്കാന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു SMA നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും കൂടെ ടൈം നമ്മൾ കൂട്ടി ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂഷൻ താഴത്തോട്ട് പോരും. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, റെഡ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പുറത്ത് ചെറിയൊരു പിൻബാർ പോലെ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള പിൻബാർ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ പ്രീവിയസ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വലുത് വന്നിട്ടുണ്ട്. അതിന് സിമിലാരിറ്റി ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരുമോ എന്നുള്ള കാര്യങ്ങൾ വേണ്ട. അത് അതിന് മുമ്പ് തന്നെ വാനം താഴത്തോട്ട് പോകുന്നു. സമയം ഇല്ല, ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവറും ആയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തോട്ടും. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
അപ്പോൾ എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഏകദേശം SMA ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ, അങ്ങോട്ട് ടച്ച് ചെയ്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ വയലറ്റ് ലൈനിൻ്റെ ചോട്ടിൽ വന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് അവിടെ നിന്ന് ചെറിയൊരു റിഫ്ലക്ഷൻ വന്നത്. വരാതിരിക്കില്ല, കറങ്ങിത്തിരിഞ്ഞൊക്കെ വരട്ടെ. അതുവരെ നമുക്ക് മാറി നിൽക്കാം, 2:45 മീറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.